ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒരു മിക്സഡ് ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഈ പൊങ്ങി വന്നത് നല്ല മിക്സ് ചെയ്യുമായിരുന്നു കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കൽ. പക്ഷേ ഇപ്പോൾ അടുത്ത് കുറച്ച് മുന്നേ നമ്മൾ ഇതേപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഷെഫ് രവി പിള്ളൻ്റെ ഒരു ഇതിലൊക്കെ കണ്ടിരുന്നു. നമ്മൾ ഇതിങ്ങനെ ഇളക്കാൻ പാടില്ല, ആ പൊന്തി വന്നതെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ് കേട്ടോ. സംഭവം അതുപോലെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടണമുണ്ട്. അപ്പോൾ സ്കൂളുള്ള ഡേയ്സിലാണ് കൂടുതൽ നമ്മൾ അരച്ചേക്കുക. അപ്പം നമുക്കൊരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ വിചാരിക്കും. അപ്പോൾ 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷേ അന്നത്തെ ദിവസം എന്തോ ഒരു ഇതുകൊണ്ട് വാവച്ചിക്കുട്ടിക്കും മിനൂസിക്കും സ്കൂളുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പോൾ അതാ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിന് കുറച്ചൊരു വെളിച്ചെണ്ണ വെക്കും. പിന്നെ എല്ലാത്തേക്കും അതിങ്ങനെ തടവി എടുക്കുകയായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കതിൽ വലിയ ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കും. പക്ഷേ മറ്റു വല്ല കടികൾ ആസ്വദിച്ച് കഴിക്കണമാതിരി അത്ര വലിയ ഇഷ്ടമുള്ളതല്ല കേട്ടോ. ഇഡ്ഡലി പിന്നെ കൂടെ കഴിക്കുകയാണെങ്കിൽ ചട്നിയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മിക്ക സമയത്തും അങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. പിന്നെ അത് ചായക്ക് വെള്ളം വെച്ചതൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ റെഡിയാക്കും. ചായ കുറച്ച് ആദ്യമൊക്കെ ഒരുപാട് ചായ കുടിക്കുന്നുണ്ട് വീട്ടിലെല്ലാവരും. ഇപ്പോൾ എല്ലാവരും വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചായ വെക്കുള്ളൂ. പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നിയും ചമ്മന്തിയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ചമ്മന്തി ഓരോ ദിവസം ഓരോ സ്റ്റൈൽ ഉണ്ടാക്കൽ. ഇടയ്ക്ക് ചെറിയുള്ളിയിട്ട് ഉണ്ടാക്കും, ഇടയ്ക്ക് വെല്ലുള്ളിയിട്ട് ഉണ്ടാക്കുമ്പോഴും പല രീതിയിലായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഇട്ടിട്ടും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെല്ലുള്ളി ഇട്ടെന്ന് എടുത്തിട്ടുള്ളത് 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള വെല്ലുള്ളി എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തത് ഈ ചൂടായ എണ്ണയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ. നല്ല വഴണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഉണക്കമുളക് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുളകിൻ്റെ ക്രഷാണ് കേട്ടോ ഇടുന്നത്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉണക്കമുളകിൻ്റെ ക്രഷ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് എരിവ് നോക്കിയിട്ട് ബാക്കി കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കളറ് കുറവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നമ്മളെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും അതുപോലെ തന്നെ മുളകും ഒക്കെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ചൂടാൻ ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഫ്ലാക്സ് സീഡിൻ്റെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളിയുടെ ഒരു അരമുറി ചേർത്ത്, നല്ല വലുതാണെങ്കിൽ അരമുറി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലാക്സ് സീഡിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഡെയിലി ഒന്നും കുടിക്കില്ല, എപ്പോഴെങ്കിലും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ചായയുടെയൊക്കെ അതിന് ശേഷം പട്ടാമ്പിന്ന് അമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. ബസ്സിന് സാധനം കൊടുത്തേക്ക് കിടക്കുക. അപ്പോൾ അതിന് കൂടെ ഇവർക്കുള്ള ചോക്ലേറ്റും മിഠായും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഉമ്മ ഹെയർ ഓയിലും സ്കിൻ കെയർ ഓയിലും ഷാമ്പൂ ഒക്കെ അവിടെ പട്ടാമ്പിയിൽ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് ഓർഡർ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ എടപ്പാൾ പൊന്നാനിയിലേക്കുള്ളതൊക്കെ. അപ്പോൾ ഉമ്മ എനിക്ക് ഒന്നിച്ച് ഇങ്ങനെ കൊറിയറായിട്ട് അയക്കണമെങ്കിൽ ഭേദം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവിടുന്ന് ബസ്സിന് കൊടുക്കും കേട്ടോ. അപ്പോൾ സോപ്പും ഷാമ്പും ഓയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉമ്മ പിന്നെ എനിക്ക് തേക്കാനുള്ളതൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടാണ്, സാധാ കുപ്പിയിലാക്കിയിട്ടാണ് എനിക്ക് തരുന്നത്. കാരണം നമ്മൾ പുറത്തൊക്കെ കൊടുക്കണ പോലത്തെ കൊടുക്കണ്ട. പിന്നെ ഉമ്മ
ഇട്ട് വെച്ച നല്ല അച്ചാറുണ്ടായിരുന്നു. മുന്നേ ഞാൻ കുറേ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിരുന്നു ഉലുവ മാങ്ങൻ്റെ അച്ചാർ. അതും പിന്നെ കുട്ടികൾക്ക് മാൽക്കീസിൻ്റെയും ഓരോൻ്റെ ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മേല് തേച്ച് കുളിക്കാനുള്ള എണ്ണ, പിന്നെ ഇത് ഫേസിൽ സ്കിൻ കെയർ ഓയിൽ, അങ്ങനെ ഇതാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മേൽ തേച്ച് സ്കിൻ കെയർ ഓയിൽ ഡിഫറൻസ് ഉണ്ടോ? അതല്ല, മറ്റേ മേൽ തേച്ച് ഇതാക്കുന്നത് മഞ്ഞളുടെ ഒരു എണ്ണയാണ് കേട്ടോ. പിന്നെ സ്കിൻ കെയർ ഓയിൽ, പിന്നെ ഇത് ഹെയർ അപ്ലൈ ഉള്ള ഹെയർ ഓയിൽ, അങ്ങനെ അതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ വാവാച്ചിക്കുട്ടിക്ക് മീനൂസിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അതൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോപ്പും ഷാമ്പൂ ഇതൊക്കെ ഉണ്ടായിരുന്നു ഓർഡറൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ, ഉലുവ മാങ്ങ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ ഇങ്ങനെ മാങ്ങയും പൊട്ടിച്ചിട്ട് ഒന്നായിട്ട് മാങ്ങ പൊട്ടിച്ച് പിന്നെ അതിന് ബാക്കി മുറിച്ചതൊക്കെ കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയായിരുന്നു. നല്ല ടേസ്റ്റിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും കേട്ടോ. കാരണം കേട് വരാതിരിക്കാൻ ഉപ്പാണ് ചേർക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ഒരു കവറൊക്കെ വെച്ചിട്ട് അതിന് തുളുമ്പെണ്ണ വെച്ചിട്ടാക്കി കേട്ടോ. പിന്നെ നല്ലെണ്ണയിൽ ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് അപ്പോൾ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് അത് കേൾക്കാൻ പറയുമ്പോൾ തന്നെ എൻ്റെ വായ വെള്ളം വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതാ നമ്മൾ ചിക്കൻ ആയിട്ടൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1 കിലോനടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈവച്ച് തിരുമ്മിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കണം, നല്ലതാണ്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ആ പാന് ഞാനിവിടെ ഒരു കടായി പോലത്തെ ഒരു പോട്ട് എടുത്തിട്ടുള്ളത്, അത് ചൂടാക്കിയിട്ട് അതിലേക്ക് അതിന് വേണ്ട കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അതായത് നമ്മൾ കുരുമുളക് പൊടി, കുരുമുളകിൻ്റെ പോൾസ് ഉണ്ട് പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക്, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒന്ന് വറുത്തെടുക്കുകയാണ്. എന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ചൂടാവേണ്ട, ഒരു അത്യാവശ്യം ഒന്ന് ചൂടായതിന് ശേഷം നമ്മളൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ അതേ പാനിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചിക്കൻ. ഓയിലും ഉണ്ടാക്കാം, വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. വെളിച്ചെണ്ണ ആക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെയും കൂട്ടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നതെന്ന് കാണുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, ഞാനിവിടെ ഒരു 3 സവാള ആയിട്ട് എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവാള, വലുതാണെങ്കിൽ 2 മതി. അങ്ങനെ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഉള്ളി നമ്മളൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇതാ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നല്ല പോലെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ആ വഴന്ന് വരുന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ചിക്കന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്.
ഇവിടെ തീരെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഒരുവിധമൊക്കെ കുക്കായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ കുരുമുളകും ചെറിയ ജീരകവും വലിയ ജീരകത്തിൻ്റെ പൊടിയും മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വഴറ്റുക. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ടൈപ്പായിട്ട് അങ്ങനെ കൊടുക്കാം. അതെല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ കുരുമുളകിൻ്റെ എരിവ് കൂടുതൽ ആക്കാതെ നോക്കുക കേട്ടോ. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സ്പൈസി ആക്കാം. അതല്ലെങ്കിൽ നമുക്ക് പാകത്തിന് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ ഉച്ചക്കുള്ള ചോറിലേക്കുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ റെഡി ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനും വാവാച്ചിക്കുട്ടിയൊക്കെ പുറത്ത് പോവാണ്. വാവാച്ചിക്കുട്ടിക്ക് വൈറ്റ് ഡേ ആയിട്ട് സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ഫ്രോക്ക് വേണം. അവളാണെങ്കിൽ വൈറ്റ് കളറിൽ വെച്ചാൽ ഇതൊന്നും ഇടൂല, നെറ്റ് ഫാബ്രിക്, എംബോസ് ചെയ്ത് നിൽക്കുന്ന ഫാബ്രിക്, പിന്നെ അതുപോലെ തന്നെ സാറ്റിൻ അങ്ങനത്തെ ഒന്നും അല്ലാണ്ട് ഇട്ടണ ഇഷ്ടമല്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കാറിലല്ല പോകുന്നത്, നമ്മൾ ബസ്സിലാട്ടോ പോണത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. ആളിങ്ങനെ എന്താ പറയുക കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ബസ് വരാൻ സമയമാകുമ്പോൾ അങ്ങോട്ട് ഓടും. എന്നിട്ട് പറയും ഞാൻ ഇല്ല കേട്ടോ ഒറ്റയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളിട്ട് കളിപ്പിക്കും കേട്ടോ. അങ്ങനെ ബസ് വന്നിട്ട് ബസ്സിൽ കയറണമെന്ന് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില സമയങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ബസ്സിൽ പോകണത്. ചില സമയത്ത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, ബൈക്കിൽ പോകാമെന്ന് പറയും. അങ്ങനെ നമ്മളിതാ എടപ്പാളെത്തി. എടപ്പാളിൽ നമ്മൾ ആദ്യം അവൾക്ക് ചെരുപ്പ് നോക്കണം. അങ്ങനെ 1-2 ഷോപ്പിലൊക്കെ കയറി ചെരുപ്പൊക്കെ നോക്കി. പക്ഷേ ചെരുപ്പ് എന്താ പറയുക, അവളുടെ കാലിൻ്റെ സൈസിനൊത്ത് ചെരുപ്പ് ഇട്ടു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുമ്പോൾ അത് സൈസും ഇല്ലാത്ത കാരണം നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഷൂ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ, നല്ല ഭംഗിയിട്ടോ, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതിൻ്റെ സൈസ് ഇല്ലാത്ത കാരണം നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിട്ടോ. അങ്ങനെ പിന്നെ വേറെ മോഡൽ നോക്കിയപ്പോൾ അവൾക്ക് അതുകൊണ്ട് സ്യൂട്ടായില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരെ പോണത് ഫോറം സെൻറ്ററിൽ പോകും. അവിടെ പോയിട്ട് നമുക്ക് ഉടുപ്പ് നോക്കാൻ വിചാരിച്ചു. വൈറ്റ് കളറിൽ തന്നെ കിട്ടാം. അങ്ങനെ അവിടെ കുറച്ച് തപ്പി നടന്നപ്പോൾ അവിടെയും വിചാരിച്ച പോലത്തെ ടൈപ്പ് വൈറ്റിൽ കളറിലില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും വിചാരിച്ച കളറിന് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടി. അതിനുശേഷം നമുക്ക് ക്ഷീണം മാറ്റാനായിട്ട് അവിടെ ഒരു തൃശ്ശൂർ റോഡ് അമ്മാനാമാളിലൊരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്, ഒരു കഫേ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കയറി നല്ല ജ്യൂസും അവിടെ 50 റുപ്പീസിന് ഷവർമ ഉണ്ട് കേട്ടോ. കുബൂസ് റോളാക്കിയിട്ടുള്ള ഷവർമ, നല്ല ടേസ്റ്റുള്ള ഷവർമയാണ്. ഞാനൊരു മൊജിറ്റവും കഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോകാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു മിനി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.